നമ്മൾ ജീവിക്കുന്ന ഈ കേരളം ഒരു ദിവസം കൊണ്ട് ഉണ്ടായതല്ല. ഈ ഒരു കാര്യം എല്ലാവർക്കും അറിയാം. എന്നാൽ ഈ കഴിഞ്ഞ 1.5 പതിറ്റാണ്ടിൽ നമ്മുടെ കേരളത്തിൽ കൊണ്ടുവന്നിട്ടുള്ള വികസനങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? പൊതുവായി ഇന്ന് നമ്മുടെ കേരളത്തിൽ ഈ ഒരു 10-15 വർഷ കാലയളവിൽ നമ്മുടെ കേരളത്തിൽ കൊണ്ടുവന്ന വികസനങ്ങൾ എന്തൊക്കെയാണെന്നാണ് നിങ്ങൾക്ക് ഞാനൊന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. വിവിധ സർക്കാർ രേഖകൾ, റിപ്പോർട്ടുകൾ, പൊതുവായി നമുക്ക് ലഭിക്കുന്ന ഡാറ്റകൾ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത്. ഞാൻ ഒട്ടും സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്നത്തെ വീഡിയോയിൽ ഉമ്മൻചാണ്ടി സാറുടെ കാലഘട്ടം മുതൽ പിണറായി സാറുടെ കാലഘട്ടം വരെയുള്ള വികസനത്തെക്കുറിച്ചാണ്. ഞാൻ റീസർച്ച് ചെയ്തപ്പോൾ ലഭിച്ച സോഴ്സ് വെച്ച് നമ്മൾ പ്രധാനമായി പറയുന്നത് 7 കാര്യങ്ങളായിട്ടാണ്. 2011 to 2016 കാലഘട്ടം കേരളം ഭരിച്ചിരുന്ന ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ വികസനത്തെക്കുറിച്ചാണ് നമ്മൾ ആദ്യമായി നോക്കുന്നത്. ഇതിലൊന്നാമതായി ഭരണശൈലി, ഗവൺമെൻറ് സ്റ്റൈല്, മാസ് കോണ്ടാക്ട് പ്രോഗ്രാം എന്നത് ഇദ്ദേഹത്തിനൊരു പ്രത്യേകതയായിരുന്നു. ജനങ്ങൾക്ക് നേരിട്ട് പ്രശ്നങ്ങൾ പറയാനുള്ള ഒരു അവസരം. ജില്ലകളിൽ ക്യാമ്പുകൾ നടത്തി ലൈവ് പ്രശ്നങ്ങൾ പരിഹരിക്കും. ഇതിലൂടെ സർക്കാർ കൂടുതൽ അക്സസിബിൾ ആയിട്ട് സാധാരണ ജനങ്ങൾക്ക് നേരിട്ട് മുഖ്യമന്ത്രിയെ വരെ കാണാൻ ഒരു അവസരം ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ രണ്ടാമതായി ഇൻഫ്രാസ്ട്രക്ചറാണ്. ഇതിലെ പ്രധാന പദ്ധതികൾ എന്ന് പറയുന്നത് വിഴിഞ്ഞം പോർട്ട്. ഈ പദ്ധതി ഉമ്മൻചാണ്ടി സർക്കാരിൽ നിന്നാണ് കരാറിലേക്കും പ്രവർത്തനത്തിലേക്കും എത്തിയിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ടുള്ള മറ്റൊരു വികസനമാണ് റോഡ് വികസനം. സംസ്ഥാന പാതകൾ മെച്ചപ്പെടുത്താൻ ആരംഭിച്ചു. NH വികസനത്തിന് കേന്ദ്രവുമായി സഹകരിച്ചു. IT മേഖല നോക്കുകയാണെങ്കിൽ ടെക്നോ പാർക്ക്, ഇൻഫോ പാർക്ക് വിപുലീകരണത്തിന് തുടക്ക പ്രവർത്തനങ്ങൾ ഈ ഒരു മന്ത്രിയുടെ കാലഘട്ടത്തിലാണ് നടന്നിട്ടുള്ളത്. ഇതിലെ മൂന്നാമത്തെ മേഖലയാണ് ആരോഗ്യവും വിദ്യാഭ്യാസവും. ആരോഗ്യം, സർക്കാർ ആശുപത്രിയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനുള്ള ശ്രമം. കാരുണ്യ ബെനവലന്റ് ഫണ്ട് വഴി സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് ചികിത്സ സഹായം ഇദ്ദേഹത്തിന്റെ കാലത്താണ് ആരംഭിച്ചത്. ഇനി വിദ്യാഭ്യാസ രംഗം നോക്കുകയാണെങ്കിൽ അന്നത്തെ കാലം സർക്കാർ സ്കൂളിലെ കുട്ടികളുടെ കുറവ് കൂടുതലായിരുന്നു. എന്നാൽ അതിനൊരു പരിഹാരം കണ്ടെത്തിയത് ഈ ഒരു കാലഘട്ടത്തിലാണ്. ഇതിലെ നാലാമത്തെ മേഖലയാണ് ക്ഷേമ പദ്ധതികൾ. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ തുടർച്ചയായി നൽകി. കാരുണ്യ പദ്ധതി വഴി ഗുരുതര രോഗികൾക്കും ധനസഹായം ലഭിച്ചു. ഈ ഒരു ക്ഷേമ പദ്ധതി കുറവാണെങ്കിലും ആ ഒരു കാലത്ത് വലിയത് തന്നെയായിരുന്നു. അന്നത്തെ ഫണ്ട് നോക്കുമ്പോൾ ഇന്ന് കൂടുതലാണ്. പക്ഷേ റിസർച്ചിൽ പറയുന്നത് അന്നത്തെ കാലം അതൊരു വലിയ ഫണ്ട് തന്നെയാണെന്നാണ് റിസർച്ചിൽ പറയുന്നത്. ഇതിലെ 5ാമത്തെ പ്രത്യേകതയാണ് സാമ്പത്തികവും നിക്ഷേപവും. വലിയ നിക്ഷേപങ്ങൾ ആകർഷിക്കാൻ ഈ ഒരു ഗവൺമെന്റ് ശ്രമിച്ചിട്ടുണ്ട്. വ്യവസായികൾക്ക് കേരളം തുറന്നു കൊടുക്കാൻ ഇവർ വലിയൊരു ശ്രമം നടത്തിയിട്ടുണ്ട്. പക്ഷേ പല പദ്ധതികളും പിന്നീട് മാത്രമാണ് നടപ്പായതെന്നാണ് റീസർച്ചിൽ പറയുന്നത്. ഇതിലെ 6ാമത്തെ മേഖലയാണ് തൊഴിൽ മേഖല. IT മേഖലയുടെ വളർച്ച എന്ന് പറയുന്നത് ഈ ഒരു ഗവൺമെൻറ് കാലഘട്ടത്തിലാണ്. ഇതിൽ അവസാനത്തെ മേഖലയാണ് ശക്തികളും പരിമിതികളും. അതായത് ശക്തികൾ എന്ന് പറയുന്നത് ജനകീയ ഭരണശൈലി. വലിയ പദ്ധതികൾ ആരംഭിച്ചു, നിക്ഷേപം ആകർഷിക്കാനുള്ളൊരു ശ്രമം അവർ നടത്തിയിട്ടുണ്ട്. പരിമിതികൾ എന്ന് പറയുമ്പോൾ പല പദ്ധതികളും പൂർണ്ണമായി നടപ്പിലായില്ല. അതായത് ഈ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് കേരളം വികസനത്തിന് അടിസ്ഥാനമൊരുക്കിയ ഒരു കാലഘട്ടമായിരുന്നു. വലിയ പദ്ധതികൾ ആരംഭിച്ചൊരു ഘട്ടം, ജനങ്ങളുമായി നേരിട്ട് ബന്ധമുള്ള ഭരണശൈലി. ഇതാണ് ഇതിലെ പ്രധാനമായിട്ടുള്ള വികസനം എന്ന് പറയുന്നത്. ഇതിലെ 2ാമത്തെ കാലഘട്ടമാണ് ഏകദേശം 10 വർഷം നീണ്ടു നിന്ന കാലഘട്ടം. 2016 to 2026 വരെ ഈ ഒരു കാലം ഭരിച്ച കേരള ഗവൺമെൻറ്റാണ് പിണറായി സർക്കാർ. ഇതിലൊന്നാമതായി ഭരണശൈലി നോക്കുകയാണെങ്കിൽ കേന്ദ്ര ഭരണ രീതിയിലുള്ള സ്ട്രോങ് അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ. തീരുമാനം എടുക്കുന്നതിൽ വേഗതയും സ്ഥിരതയും ഉണ്ടായിരുന്നു. ഇതിലൂടെ പദ്ധതികൾ വേഗത്തിൽ നടപ്പാക്കാൻ സാധിച്ചു. ഭരണത്തിൽ കൂടുതൽ സിസ്റ്റമാറ്റിക് സമീപനം കൊണ്ടുവന്നു. രണ്ടാമതായി ഈ ഗവൺമെന്റിന്റെ ഇൻഫ്രാസ്ട്രക്ചറാണ്. ഇതിൽ പ്രധാനമായും വിഴിഞ്ഞം പോർട്ട്. ഇത് ആരംഭിച്ചത് ഉമ്മൻചാണ്ടി സർക്കാരാണെങ്കിലും നിർമ്മാണം വേഗത്തിലാക്കി പ്രധാന ലോജിസ്റ്റിക്സ് ഹബ്ബായി മാറ്റാനുള്ള ശ്രമം പിണറായി സർക്കാരിൻ്റെതായിരുന്നു. റോഡുകൾ നോക്കുകയാണെങ്കിൽ KLLFB വഴി വലിയ റോഡ് വികസന പദ്ധതികൾ, ബൈപ്പാസുകൾ, പുതിയ പാതകളൊക്കെ നിർമ്മിച്ചു. പാലങ്ങൾ നോക്കുകയാണെങ്കിൽ നിരവധി പുതിയ പാലങ്ങളും അവർ നിർമ്മിച്ചിട്ടുണ്ട്. മാത്രമല്ല ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ കൊണ്ടുവന്നു. K-ഫോൺ, അതായത് കേരള ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക്, ഇന്റർനെറ്റ് നെറ്റ്വർക്ക് ആക്സസ് വർദ്ധിപ്പിക്കൽ ഈ ഒരു കാലഘട്ടത്താണ് കൂടുതലായി വന്നിട്ടുള്ളത്. പക്ഷേ ഈ ഒരു മേഖലയിൽ പ്രധാനമായിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് റീസർച്ചിൻ്റെ പ്രകാരം മുമ്പ് തുടങ്ങി വെച്ചിട്ടുള്ള പദ്ധതികൾ ഒന്ന് വിപുലമായി നടപ്പാക്കി എന്നാണ് റീസർച്ചുകൾ പറയുന്നത്. ഇതിലെ 3ാമത്തെ മേഖലയാണ് ആരോഗ്യവും വിദ്യാഭ്യാസവും. ആരോഗ്യകാര്യത്തിൽ നോക്കുകയാണെങ്കിൽ സർക്കാർ ആശുപത്രികളുടെ വലിയ അപ്ഗ്രേഡ് ഉണ്ടായി. ഫാമിലി ഹെൽത്ത് സെൻ്റർ, FHC തുടങ്ങി. മാത്രമല്ല ഈ ഒരു കാലഘട്ടത്ത് നാച്ചുറൽ ഹെൽത്ത് ഡിസാസ്റ്റർ ഉണ്ടായിട്ടുണ്ട്. കോവിഡ് സമയത്ത് ആരോഗ്യ സംവിധാനത്തിൻ്റെ കാര്യക്ഷമത വളരെ ഉപയോഗമായിരുന്നു. വിദ്യാഭ്യാസം നോക്കുകയാണെങ്കിൽ സർക്കാർ സ്കൂളുകളിൽ മോഡേണൈസേഷൻ കൊണ്ടുവന്ന് ഹൈടെക് ക്ലാസ് റൂമുകൾ കൊണ്ടുവന്ന്
ഡിജിറ്റൽ പഠന സംവിധാനം കൊണ്ടുവന്നു. ഇതിലെ 4ാമത്തെ മേഖലയാണ് ക്ഷേമ പദ്ധതികൾ. സാമൂഹ്യ സുരക്ഷാ പെൻഷന്റെ തുക അങ്ങ് വർദ്ധിപ്പിച്ചു. ലൈഫ് മിഷൻ വീടില്ലാത്തവർക്ക് വീടുകൾ നിർമ്മിച്ചു കൊടുത്തു. പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം കോവിഡ് സമയത്ത് സൗജന്യ ഭക്ഷ്യ കിറ്റുകൾ കൊടുത്തു. ഇതിൽ 5ാമത്തെ മേഖലയാണ് സാമ്പത്തികവും നിക്ഷേപവും. പുതിയ സംരംഭക്കാർക്ക് 3 ലക്ഷം വരെ ഫണ്ട് കൊടുത്തു. ഇതിൽ 6ാമത്തെ മേഖലയാണ് തൊഴിൽ മേഖല. സംരംഭങ്ങളിലൂടെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ ഇവർക്ക് സാധിച്ചെങ്കിലും സർക്കാർ ജോലികളുടെ എണ്ണം വലിയ തോതിലൊന്നും വർദ്ധിപ്പിച്ചിട്ടില്ല. ഇതിൽ 7ാമത്തെ മേഖലയാണ് പ്രതിസന്ധി കൈകാര്യം. 2018-ലും 19-ലെ പ്രളയം, നിപ്പ വൈറസ്, COVID-19 എന്നീ നാച്ചുറൽ ഡിസാസ്റ്റർ ഈ ഒരു ഗവൺമെൻറ് നേരിട്ടിട്ടുണ്ട്. എന്നാൽ ഏതൊരു ഗവൺമെൻറ്റിനും ശക്തികളും പരിമിതികളും ഉണ്ടാവും. അങ്ങനെ ശക്തികൾ നോക്കുകയാണെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ വികസനം കൂടുതലായി, ക്ഷേമ പദ്ധതികളുടെ വ്യാപനം കൂടി, പ്രതിസന്ധികൾ മാനേജ്മെൻറ്റ് ചെയ്യാൻ ശ്രമിച്ചു. പരിമിതി നോക്കുകയാണെങ്കിൽ കടബാധ്യത ഉയർന്നു, ചില പദ്ധതികളുടെ സാമ്പത്തിക ഭാരം കൂടി. സോ ഈ 2 കാലത്തെയും ലളിതമായി പറഞ്ഞാൽ ഉമ്മൻചാണ്ടി സർക്കാർ ഒരു ഘട്ടത്തിൽ വികസനത്തിനൊരു അടിസ്ഥാനം ഒരുക്കി. അതിനുശേഷം പിണറായി സർക്കാർ ആ കാര്യങ്ങൾ കൂടുതൽ വ്യാപിപ്പിക്കുകയും നടപ്പാക്കുകയും ചെയ്തതായാണ് കാണുന്നത്. സോ ഈ 1.5 പതിറ്റാണ്ട് കേരളം ഭരിച്ച ഈ 2 സർക്കാരിനെ കുറിച്ച് ലളിതമായി പറയുകയാണെങ്കിൽ ഉമ്മൻചാണ്ടി സർക്കാർ ഒരു ഘട്ടത്തിൽ വികസനത്തിനൊരു അടിസ്ഥാനമൊരുക്കി. അതിനുശേഷം പിണറായി സർക്കാർ ആ കാര്യങ്ങൾ കൂടുതൽ വ്യാപിപ്പിക്കുകയും നടപ്പാക്കുകയും ചെയ്തതായാണ് കാണാം. അതിനാൽ കേരളത്തിൻ്റെ വികസനം എന്നത് ഒരു വ്യക്തിയുടെയോ ഒരു സർക്കാരിൻ്റെയോ മാത്രം കഥയല്ല. ഇതൊരു തുടർച്ചയായ പ്രക്രിയയാണ്. കാലം മാറുമ്പോൾ രീതിയും മാറുന്നു. അവസാനം തീരുമാനിക്കേണ്ടത് ഇവയെല്ലാം മനസ്സിലാക്കി നോക്കുന്ന നമ്മളായ ജനങ്ങളാണ്. സോ ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് കമൻറ്റിൽ അറിയിക്കുക.